മഴ. ചെറുപ്പം തൊട്ടേ ബാലചന്ദ്രന് മഴയെ ഭയമാണ്. ഈ വേനൽക്കാലത്തിൽ തുടക്കം മാർച്ച് മാസം പകുതി ആയതേയുള്ളൂ. ചൂട് തുടങ്ങും മുമ്പ് തന്നെ മഴ ആരംഭിച്ചിരിക്കുന്നു. വേനൽ മഴ എന്നായിരുന്നു എല്ലാവരും ആദ്യം കരുതിയത്. എന്നാൽ ആഗസ്റ്റ് 26 മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായില്ല. കർഷകർക്കൊന്നും കൃത്യമായ വിളവിറക്കാൻ ഇത്തവണ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ ഇതാ ഈ നേരം വരെയും സാധാരണയിൽ കവിഞ്ഞുള്ള മഴ പെയ്യുകയാണ്. ബാലചന്ദ്രൻ ഓഫീസിൽ പോകാനായി തയ്യാറായെങ്കിലും പോവാതെ സിറ്റൗട്ട് ചെയറിൽ വെറുതെയിരുന്നു. അന്തരീക്ഷത്തിന് വല്ലാത്ത തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ഉള്ള ഉത്സാഹം പോലും മഴ തല്ലിക്കെടുത്തി കഴിഞ്ഞു. ഓഫീസിൽ പോവണോ പോവണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായി അയാൾ. എന്തേ ഇന്ന് പോവുന്നില്ലേ? വയ്യെങ്കിൽ പോവേണ്ട. അയാളുടെ ഇരിപ്പ് കണ്ട് ഭാര്യ പറഞ്ഞു. ഏയ് പോവണം, പോവാതെ പറ്റില്ല. മഴയൊന്ന് കുറയട്ടെ. ബാലേട്ടന് ഈയിടെയായി മടി കൂടി വരുന്നുണ്ട് കേട്ടോ. സാരമില്ല, ഇനി 3 വർഷം കൂടിയല്ലേ പോകേണ്ടതുള്ളൂ. അവളുടെ വാക്കുകൾ അയാളുടെ റിട്ടയർമെന്റ് തീയതിയെ ഓർമ്മിപ്പിച്ചു. അയാൾ മടിച്ച് എഴുന്നേറ്റു. മഴക്കോട്ട് ധരിച്ച് ഇറങ്ങാൻ നേരത്ത് മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായി. അയാൾ സാവധാനമാണ് ബൈക്ക് ഓടിച്ചത്. കുറച്ചു സമയത്തിനു ശേഷം മഴ നിന്നു. കാർമേഘങ്ങൾ സൂര്യനെ സ്വതന്ത്രമാക്കി. വെയിൽ അന്തരീക്ഷ കുളിർമയെ അതിവേഗം ആട്ടിയകറ്റി തുടങ്ങി. നനഞ്ഞു കുളിച്ച റോഡിൽ പുക പോലെ നീരാവി ഉയർന്നു പൊങ്ങി തുടങ്ങി. സമയം 9:45 കഴിഞ്ഞിരുന്നു. പുഴപ്പാലം കഴിഞ്ഞിട്ടേയുള്ളൂ. ഓഫീസിലേക്ക് ഇനിയും 14 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, അയാൾ തീരുമാനിച്ചു. ബൈക്ക് റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി ഓഫീസിലേക്ക് അവധി വിളിച്ചറിയിച്ചു. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് ചിന്തിച്ചെങ്കിലും കുത്തിയൊഴുകുന്ന പുഴയുടെ ശബ്ദവും ഗാംഭീര്യവും അയാളെ ആകർഷിച്ചു. അയാൾ പാലത്തിന് നിന്ന് താഴെ പുഴയിലേക്ക് കണ്ണോടിച്ചു. കലങ്ങിമറിഞ്ഞ് ഉഗ്രവേഗത്തിലൊഴുകുന്ന ഭാരതപ്പുഴ. മരച്ചില്ലകളും മാലിന്യങ്ങളും നാളികേരവും അതുപോലെ പല വസ്തുക്കളും ഒഴുകി നീങ്ങുന്നുണ്ട്. അതാ ഒരു നായ ഒഴുക്കിൽപ്പെട്ട് കൈകാലടിച്ച് മുങ്ങിയും പൊങ്ങിയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ മൃഗത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടതു തന്നെ, അയാൾ ചിന്തിച്ചു. പുഴയുടെ വശ്യസൗന്ദര്യം വീക്ഷിക്കുന്നവരും മൊബൈലിൽ വീഡിയോ പകർത്തുന്നവരും പാലത്തിന്റെ 2 വശത്തുമുണ്ട്. 3-4 ഉദ്യോഗസ്ഥർ ജലനിരപ്പ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളുമായി തയ്യാറെടുക്കുന്നു. അന്നേരം നേരെ എതിർവശത്ത് ഒരു കാർ വന്നു നിന്നു. അതിലെ ഡ്രൈവർ ബാലചന്ദ്രന്റെ ശ്രദ്ധയാകർഷിക്കുവാനായി തുടരെ ഹോൺ മുഴക്കി. ബാലചന്ദ്രൻ അങ്ങോട്ട് നോക്കി. ബാലചന്ദ്രേട്ടാ, എന്താ ഓഫീസിൽ പോകാതെ? പാതി വഴിയിൽ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? വാഹനത്തിലെ ഡ്രൈവർ അയാളോട് ചോദിച്ചു. ഓ രവി, നീയോ? എവിടേക്കാ യാത്ര? അയാൾ കാറിനടുത്തേക്ക് പോവാൻ തുനിഞ്ഞെങ്കിലും വാഹനത്തിരക്കു കാരണം അങ്ങോട്ട് പോവാതെ ഉറക്കെ ചോദിച്ചു. ഒരു ബിസിനസ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ബാലേട്ടൻ വരുന്നോ? നല്ല കോളുണ്ട്. മടക്കത്തിൽ അരമനയിലും ബാർ കയറാം. രവി എല്ലാവരും കേൾക്കെ അതിലും ഉച്ചത്തിൽ മറുപടി പറഞ്ഞു. വേണ്ട രവികൃഷ്ണ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാ. ഒരു ഫോൺ ചെയ്യാൻ നിർത്തിയതാ. നിങ്ങൾ പൊയ്ക്കോളൂ. അയാൾ ക്ഷണം നിരസിച്ചു. ജയയുടെ ഭർത്താവ് രവികൃഷ്ണൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആണ്. ഏറെക്കാലം അവർ വിദേശത്തായിരുന്നു. 1.5 വർഷത്തോളമായിട്ടേയുള്ളൂ നാട്ടിൽ തന്നെ സ്ഥിരമാക്കിയിട്ട്. ജയലക്ഷ്മി 4 വർഷം മുമ്പ് കുറച്ചുനാൾ അവൾ തന്റെ ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരിയായി ഉണ്ടായിരുന്നു. തങ്ങളുടെ ആദ്യകാല സൗഹൃദം നല്ല രീതിയിലായിരുന്നുവെങ്കിലും പിന്നീടത് മാറ്റങ്ങൾ വന്നു. സൗഹൃദം വളർന്ന് വഴിവിട്ട രീതിയിലെത്തിച്ചേർന്നു. അറിയാതെ തന്റെ മനസ്സും ശരീരവും അവളിലേക്ക് പ്രിയപ്പെട്ടവളായി തീർന്നു. ഓഫീസിൽ നിന്നവൾ പോയെങ്കിലും തങ്ങളുടെ ബന്ധം നിർബാധം തുടർന്നുവന്നു. രവിയുടെ വരവോടെ എല്ലാത്തിനും കുറവ് വരേണ്ടതാണ്. എന്നിട്ടും തങ്ങളുടെ ഒത്തുചേരലും കൂടിക്കാഴ്ചകൾക്കും വലിയ മാറ്റങ്ങളുണ്ടായില്ല. കൂടിയാൽ 2 ആഴ്ച കാണാതിരിക്കും. അതിനപ്പുറം അത് നീണ്ടുപോകാറില്ല. 2 ദിവസം മുമ്പ് അവൾ വിളിച്ചത് അയാൾ ഓർത്തു. ചന്ദ്രേട്ടാ, ഒരു സന്തോഷവാർത്തയുണ്ട്. ഞാനൊരു അമ്മയാവാൻ പോന്നു. ഐ ആം 2 months പ്രഗ്നന്റ്. തെല്ലും നിശബ്ദതയ്ക്ക് ശേഷം അവളുടെ സ്വരം വീണ്ടും മുഴങ്ങി. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അതും പറഞ്ഞവൾ കിലുകിലെ ചിരിച്ചു. അതൊരു രഹസ്യമാണ്.
പെണ്ണിനു മാത്രം അറിയാവുന്ന രഹസ്യം. സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. ശരി എന്നാൽ. അത്രയും പറഞ്ഞാണ് അവൾ കോൾ ഡിസ്കണക്ട് ചെയ്തത്. അവൾ പറഞ്ഞ വാർത്ത കേട്ട് ബാലചന്ദ്രൻ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷിച്ചു. അവളുടെ വിശേഷങ്ങൾ തിരക്കുവാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും വിളിക്കാനും സാധ്യമല്ലല്ലോ. രവികൃഷ്ണയുടെയും ജയലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും കുട്ടികളില്ലാത്തതിനാൽ അവൾ എപ്പോഴും സങ്കടത്തിലായിരുന്നു. എന്തായാലും അവൾ ഇപ്പോൾ സന്തോഷവതിയാണ്. ഒരമ്മയാവാൻ അവൾ അത്ര ആഗ്രഹിച്ചിരുന്നു. ദൈവമേ, ജയയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ രവി തന്നെ ആയിരിക്കണേ. അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് രവിയുടെ കാറിൽ അവളെ കണ്ടില്ലല്ലോ. കാറിന്റെ പുറകിലും മുൻപിലും പരിചയമില്ലാത്ത 2 ആളുകളെയാണ് കണ്ടത്. രവി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവളുടെ വിവരങ്ങൾ അറിയാൻ അയാൾക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. കോണ്ടാക്ട് ലിസ്റ്റിൽ അവളുടെ പേര് ചേർത്തിട്ടില്ലാത്തതിനാൽ മനഃപാഠമാക്കിയ അവളുടെ നമ്പർ അയാൾ ഡയൽ ചെയ്തു. 2 തവണ വിളിച്ചിട്ടും ജയയെ കിട്ടിയില്ല. അവൾ ബാത്റൂമിലോ മറ്റോ ആയിരിക്കുമോ? കാത്തിരിക്കുക തന്നെ. തന്റെ കാൾ കണ്ടാൽ അവൾ തിരിച്ചു വിളിക്കും. അയാൾ ഫോൺ തിരികെ കോട്ടിന്റെ പോക്കറ്റിലിട്ടു. അയാളുടെ ശ്രദ്ധ വീണ്ടും പുഴയിലേക്ക് നീണ്ടു. നല്ല വെയിലും കാറ്റും അയാളിൽ ആശ്വാസവും ആനന്ദവും നിറച്ചു. പുഴയുടെ ശബ്ദവും ഒഴുക്കിന്റെ താളവും കുറേ നേരം അയാൾ അങ്ങനെ ലയിച്ചു നിന്നു. ശേഷം വണ്ടിയെടുത്ത് BGM കൺവെൻഷൻ സെന്ററിന്റെ മുൻപിലൂടെ ക്രോസ് റോഡിലേക്ക് തിരിച്ചു. പുഴക്കരയിലൂടെ പോകുന്ന ആ റോഡ് നേരെ ചെന്നെത്തുന്നത് ഹൈവേയിലേക്കാണ്. റോഡിന് ഇടതുവശം ഭാരതപ്പുഴയും വലതുവശം വയലും തെങ്ങിൻ തോപ്പും യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ച നൽകുന്ന സ്ഥലം. പുഴയിലേക്കുള്ള റോഡിന്റെ വശം നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടിയുയർത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി അല്ലെങ്കിലും ഇടവിട്ട് കല്ലുകളുള്ളത് 2 വശവും ഇരിപ്പിടം പോലെ ഉപയോഗപ്രദമാണ്. ആളുകൾക്ക് കുളിക്കുവാനും അലക്കുവാനും പുഴയിലേക്കിറങ്ങാൻ ഒതുക്കുകളും പലയിടത്തും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ കല്ലുങ്കിലിരുന്ന് കാറ്റുകൊള്ളാനും സായാഹ്നത്തിൽ പുഴയുടെ മനോഹാരിത ആസ്വദിക്കാനും നിറയെ പേരെ എപ്പോഴും കാണാറുണ്ട്. ജയയോടൊത്ത് എത്രയോ സായാഹ്നങ്ങൾ താനും ഇവിടെ ചിലവഴിച്ചിരിക്കുന്നു. അയാൾ ആ നല്ല നിമിഷങ്ങൾ ആഗ്രഹിച്ചു. വണ്ടി ഒതുക്കി വെച്ച് അയാൾ അപ്പോഴും നനവു മാറാത്ത കല്ലുങ്കിലിരുന്ന് മഴക്കോട്ട് അഴിച്ചു വണ്ടിയിൽ വെച്ചു. മഴ മാറിയതുകൊണ്ടാവണം കൃഷി ചെയ്യാത്ത വയലിൽ കന്നുകാലികളെ മേയാൻ വിട്ട് ഒരു സ്ത്രീ ദൂരെ മരച്ചുവട്ടിലിരിക്കുന്നു. എന്താണാവോ അവൾ തിരികെ വിളിക്കാത്തത്? താൻ അവളെ വിളിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ഇത്ര താമസിക്കാറില്ലല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? അയാൾ അവളെ വീണ്ടും വിളിച്ചു. 3-4 പ്രാവശ്യം വിളിച്ചിട്ടും നിരാശയായിരുന്നു ഫലം. അയാൾ വാട്സാപ്പിൽ അവൾക്ക് "കാൾ മീ അർജന്റ്" എന്ന മെസ്സേജ് അയച്ചു. അയ്യോ, അതും ഡെലിവേർഡ് കാണിക്കുന്നില്ലല്ലോ. എന്തു പറ്റിയതാണാവോ അവൾക്ക്? യെസ്റ്റർഡേ 8 PM ആണ് അവസാന ഓൺലൈൻ ടൈം വാട്സാപ്പിൽ ദൃശ്യമാവുന്നത്. അത് അയാളിൽ വീണ്ടും അസ്വസ്ഥത നിറച്ചു. അയാൾക്ക് മൂത്രശങ്ക തോന്നി. ഒരു മറവിനായി പുഴയിലേക്ക് ഒഴുക്കുകളിലിറങ്ങി. പുഴ കുത്തിയൊലിച്ചൊഴുകുന്നുണ്ടെങ്കിലും നിറഞ്ഞിട്ടില്ല. ഇനിയും 2 അടിയോളം മണൽത്തിട്ട കഴിഞ്ഞാലേ പൂർണ്ണമായി നിറയൂ. പാഴ്ചെടികളുടെ മറപറ്റി അയാൾ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. യോ! ബാലചന്ദ്രൻ ഭയന്നു. ഒന്നുകൂടി അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. ആ പാഴ്മരങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുന്നത് ഒരു മനുഷ്യ ശരീരമാണല്ലോ. അതും ഒരു സ്ത്രീ ശരീരം. നീണ്ട മുടിയിഴകൾ താഴ്ന്നുകിടക്കുന്ന മരച്ചില്ലയിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നതിനാലാണ് അതൊഴുകിപ്പോവാത്തത് എന്ന് തോന്നുന്നു. നോക്കി നിൽക്കെ ഒഴുക്കിന്റെ ശക്തി കൊണ്ടാവണം ആ ശരീരം ഒന്നുയർന്നു പൊങ്ങി. ആ ശരീരത്തിലെ മേൽവസ്ത്രം തെന്നിമാറി. അരയ്ക്കു താഴോട്ട് ആ ശരീരം നഗ്നമാണ്. ബാലചന്ദ്രൻ ആകെ ശ്വാസം മുട്ടി. അയാൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. 2 ആൾ പൊക്കത്തിലാണ്. റോഡ്. 1-2 ചെറുവാഹനങ്ങൾ ആ സമയം അതുവഴിയെ കടന്നുപോയി. വേഗം റോഡിലേക്ക് കയറി വണ്ടികൾ തടഞ്ഞ് അവരോട് വിവരം അറിയിച്ചാലോ? അല്ലെങ്കിൽ പോലീസിൽ വിളിച്ചാലോ? ഏയ്, ഒന്നും വേണ്ട. എടുത്തുചാട്ടത്തിൽ വല്ലതും പ്രവർത്തിച്ചാൽ സംഭവിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ചെറുതാവില്ല. 10-12 കിലോമീറ്ററിനപ്പുറമുള്ള താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന ചോദ്യം തന്നെ ആദ്യം ഉയരും. പിന്നെ വാർത്ത, പോലീസ് സ്റ്റേഷൻ, കോടതി. അയ്യോ, ഒന്നും വേണ്ട. വേഗം സ്ഥലം വിടുക. അതാണ് ബുദ്ധി. ഇങ്ങോട്ട് വന്ന തന്റെ ചിന്തയെ അയാൾ ശപിച്ചു. അയാൾ ഭയത്തോടെ ഒന്നുകൂടി ശവശരീരം തങ്ങി നിൽക്കുന്നിടത്തേക്ക് നോക്കി. ആ ഭാഗത്ത് ഒഴുക്ക് കുറവാണ്. ആ ശരീരത്തിന്റെ പിൻഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതും പിൻകഴുത്തിനും മുകൾ ഭാഗം മാത്രം. അന്നേരം ആ ശരീരം ഒന്നുകൂടി ഉയർന്നു പൊങ്ങി. ഇത്തവണ ആ കാഴ്ച അയാളെ നടുക്കി. ആ ശവശരീരത്തിലെ വസ്ത്രം ചുവന്ന പൂക്കളുള്ള വെള്ള ചുരിദാർ ടോപ്പ്. അയ്യോ, അത് ജയ! തന്റെ ജയ! അതെ, അവൾ!
അവൾ തന്നെ. ബാലചന്ദ്രന്റെ ശ്വാസം അല്പനേരം നിലച്ചു. അയാളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ ഓടിക്കയറി. അയാൾ തളർന്ന് നിലത്തേക്കിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം ബാലചന്ദ്രൻ സമനില വീണ്ടെടുത്തു. ഇപ്പോൾ പഴയതുപോലെ ആ ശരീരത്തിന്റെ കഴുത്തിനു മേൽപോട്ടു മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും അത് അവളാണോ എന്ന് നോക്കി ഉറപ്പിക്കണം. അല്ലാതെ തിരികെ പോവാൻ സാധ്യമല്ല. പക്ഷേ അങ്ങോട്ടെത്തണമെങ്കിൽ പുഴയിലേക്കിറങ്ങുക തന്നെ വേണം. അല്ലാതെ മറ്റൊരു മാർഗമില്ല. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അയാൾ ചുറ്റും ഒന്നുകൂടി നോക്കി. ഇല്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പുഴയിലേക്കിറങ്ങുക തന്നെ. അയാൾ ഷർട്ടഴിച്ച് മൊബൈലും ഷർട്ടും മണൽത്തട്ടിയിൽ വച്ച് പുഴയിലേക്കിറങ്ങി തുടങ്ങി. ആ ഭാഗത്ത് ചെറിയ താഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ചെളി നിറഞ്ഞതിനാൽ കാലുകൾ ചെളിയിൽ പുതയുന്നുണ്ട്. മുന്നോട്ടു നീങ്ങുംതോറും ആഴം കൂടിവന്നു. ഇപ്പോൾ വെള്ളം ബാലചന്ദ്രന്റെ അരയ്ക്കു മുകളിലേക്ക് കയറിക്കഴിഞ്ഞു. ശവശരീരത്തിന്റെ അടുത്തെത്തുംതോറും അയാളിൽ ഭയവും വെപ്രാളവും 10 മടങ്ങ് വർദ്ധിച്ചു. ശവം പഴയതുപോലെ വീണ്ടും ഉയർന്നു താഴ്ന്നു കൊണ്ടിരുന്നു. അടുത്തെത്തുംതോറും അത് ജയലക്ഷ്മിയാണെന്ന് അയാൾ ഉറപ്പിച്ചു. ജയേ, ജയേ. അയാളുടെ ശബ്ദം വിറയലോടെ ഉയർന്നു. അവൾ തന്നെ, തന്റെ ജയ. എങ്ങനെ, എങ്ങനെ ഇത് സംഭവിച്ചു? നീണ്ടു കിടക്കുന്ന അവളുടെ കാലുകൾ അയാളുടെ അരക്കെട്ടിൽ തടഞ്ഞു. ജയേ, ജയേ എന്ന് ആവർത്തിച്ചു വിളിച്ചുകൊണ്ടയാൾ അവളെ വാരിയുയർത്തി മരക്കൊമ്പിൽ ചുറ്റിപ്പിടിച്ച് കിടന്ന തലമുടി വേർപെടുത്തി. അവളുടെ വയർ വായു നിറഞ്ഞ് വീർത്തു പൊന്തിയിരിക്കുന്നു. അതിലുള്ള കുഞ്ഞു മരിച്ചിരിക്കും. ശരീരത്തിലാണെ പലയിടത്തും മുറിവുകൾ കാണുന്നു. ആരാണ് ജിയയെ കൊല ചെയ്തത്? കൊല ചെയ്ത ശേഷം പുഴയിൽ കൊണ്ടുവന്നിട്ടതാവാം. എന്തിന്, എന്തിന്? അയാൾക്ക് സങ്കടം വന്നു. അവളെ ചുറ്റിപ്പിടിച്ച് അയാൾ കരയിലേക്ക് പ്രയാസപ്പെട്ടു നടന്നു. വിറയ്ക്കുന്ന അയാളുടെ കാലുകൾ കൂടുതൽ കൂടുതൽ ചെളിയിൽ പുകഞ്ഞു താഴ്ന്നു. പുഴയിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ നെഞ്ചിനു മുകളിലേക്ക് വെള്ളം കയറിക്കഴിഞ്ഞു. വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ മുന്നോട്ട് നടന്നു നീങ്ങിയത്. ഒരു വേള ചെളിയിലാർന്നു. മുന്നോട്ട് വെച്ച വലതുകാൽ ഒരു കുഴിയിൽ കുടുങ്ങി. അയാൾക്ക് കാൽ വലിച്ചെടുക്കുവാൻ തീരെ സാധിച്ചില്ല. ഒരു കാൽ വലിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റേ കാലും ചെളിയിലേക്ക് കൂടുതൽ താഴ്ന്നു. ജലനിരപ്പാണെങ്കിലോ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് കടൽ പുഴയ്ക്കു മുകളിലൂടെ വരുന്ന ശബ്ദം അയാളുടെ കാതിൽ വന്നുലച്ചു. അതിവേഗത്തിൽ പുഴയുടെ മീതെ മറ്റൊരു പുഴ നിറഞ്ഞു കഴിഞ്ഞു. ഒഴുക്ക് അസാധാരണമായി മുങ്ങിത്താഴ്ന്ന അയാളുടെ ജീവമരണ പിടച്ചിലിനിടയിൽ പിടിവിട്ട് അവളുടെ ശരീരം അതിവേഗം ഒഴുകി. കാലുകൾ വലിച്ചെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും ബാലചന്ദ്രന് സാധിച്ചില്ല. ഒടുവിൽ അയാളെ പുഴ മൂടിക്കഴിഞ്ഞു. പുഴയുടെ ഒഴുക്ക് വീണ്ടും വീണ്ടും വർദ്ധിച്ചു. ഏതോ സമയത്ത് നിശ്ചലമായ അയാളുടെ ശരീരവും ഒഴുക്കിനൊപ്പം ഒഴുകിയോടി. അരയ്ക്കു താഴെ നഗ്നയായ ജയയും അരയ്ക്കു മീതെ നഗ്നനായ ബാലചന്ദ്രനും. ഇനിയൊരു കൂടിക്കാഴ്ച സാധ്യമാകുമോ? പറയാൻ സാധിക്കില്ല. ഒത്തിരി കുറ്റിച്ചെടികളും പാറക്കെട്ടുകളും ധാരാളം ഭാരതപ്പുഴയുള്ളതിനാൽ അതിന് സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ശരീരം തമ്മിലുള്ള ഒഴുക്ക് ഈ നിമിഷം ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരവ്യത്യാസമുണ്ട്. ഒഴുക്കിന്റെ ഗതിവിഗതി അതിൻ്റേതായ രീതിയിൽ അവരുടെ ശരീരത്തെ തട്ടി തട്ടി കൃത്യമായി ഒഴുക്കിയെങ്കിലും അവർ വീണ്ടും കണ്ടുമുട്ടാം. എങ്കിൽ ആ മൃതശരീരങ്ങൾ ഒന്നിച്ചൊരിടത്ത് അടിഞ്ഞുകൂടാം. അന്നേരം ജീവനില്ലാത്ത അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല എന്നത് വിഷമകരം തന്നെ. അല്ലെങ്കിൽ അവർ തമ്മിൽ തീരെ കണ്ടുമുട്ടാതെയുമാവാം. എന്തായാലും ഇനി വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയകളിലാവാം ആ വാർത്തകൾ ആദ്യം എത്തുക എന്നതിനാൽ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ റീച്ച് കിട്ടുവാൻ സാധ്യതയുണ്ട്. പൊടിപ്പും തൊങ്ങലും വെച്ച് കഥയെഴുതുന്നവർക്ക് ഫോളോവേഴ്സ് കുത്തനെ വർദ്ധിക്കും. സായിപ്പ് ഇപ്പോൾ ഡോളർ വാരി വാരി കൊടുക്കുന്നത് കൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്രേമികളും വേഗം തയ്യാറെടുത്തിരിക്കുക. എന്നിരുന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ജയലക്ഷ്മിയുടെ മരണം ഒരു കൊലപാതകമാകുവാൻ 100% സാധ്യതയുണ്ട്. കാരണം അവളുടെ അവിഹിത ജീവിത ശൈലി തന്നെ. വിഹിതമല്ലാത്തതെല്ലാം അവിഹിതമാണെന്ന പരമസത്യം ജയലക്ഷ്മിക്ക് അറിയാതിരിക്കില്ല. എന്നാൽ സ്വജീവിതത്തിൽ അവൾക്കത് കാത്തുസൂക്ഷിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ടുതന്നെ അവളുടെ ജീവിതാവസാനം ഇത്തരത്തിലായത്. അവിഹിതത്തിന്റെ കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നൊരു ജനപ്രതിനിധിയുടെ അവിഹിത വാർത്തകൾ പരമാവധി അലങ്കരിച്ച് ദൃശ്യമാധ്യമ ചാനലുകൾ വാരിക്കോരി വിളമ്പുന്നതും ചർച്ചയ്ക്ക് വയ്ക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും. ഇക്കാലത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വാർത്താ ചാനൽ പോലും കാണുവാൻ പറ്റാത്ത സ്ഥിതിയായി. സത്യത്തിൽ ജയലക്ഷ്മി സ്വയം മരണപ്പെട്ടതല്ല, രവികൃഷ്ണൻ കൊലപ്പെടുത്തിയതാണ്. കാരണം രവികൃഷ്ണന് ഒരു പിതാവാകുവാൻ കഴിവില്ല.
എന്നത് അവന് നന്നായി അറിയാം. എന്നാൽ അക്കാര്യം ഭാര്യയായ ജയലക്ഷ്മിക്ക് അറിയുകയുമില്ല. അക്കാരണത്താൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അച്ഛനാരാണെന്ന രവിയുടെ ചോദ്യത്തിന് നിങ്ങളല്ലാതെ മറ്റാര് എന്ന ഉത്തരം മറുചോദ്യം പോലെ അവൾ പറയില്ലായിരുന്നു. എത്ര ആവർത്തിച്ചു ചോദിച്ചിട്ടും അവൾ മറ്റൊരുത്തരം പറഞ്ഞില്ല. അവസാനം രവി തനിക്കൊരു പിതാവാകുവാനുള്ള ശേഷിയില്ല എന്ന് അവളെ അറിയിച്ചു. പിന്നീട് കുട്ടിയുടെ തന്ത ആരടി പറയൂ, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന ചോദ്യം തല്ലും ചവിട്ടും ഒടുവിൽ അയാൾ അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അവൾക്കറിയാം തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് ബാലചന്ദ്രനാണെന്ന്. പക്ഷേ കാമുകനോട് അകമഴിഞ്ഞ സ്നേഹമുള്ള അവൾ പ്രാണൻ പോയിട്ടും ആ ഉത്തരം രവിയോട് പറഞ്ഞതേയില്ല. തറപ്പിച്ചു പറഞ്ഞാൽ അവളെ കൊല്ലുകയല്ലാതെ രവികൃഷ്ണന് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അല്ലെങ്കിൽ പൊട്ടൻ ഭർത്താവായി ജീവിതം മുഴുവൻ അഭിനയിക്കണം, സാരമില്ല. ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ മരിക്കേണ്ടവർ തന്നെയാണ്. ഇനി ബാലചന്ദ്രൻ്റെ കാര്യം. അയാൾ മരണപ്പെടാനുള്ള ശരിയായ കാരണം അയാളുടെ ആ സമയത്തു തോന്നിയ മൂത്രശങ്കയാണ്. സത്യത്തിൽ ജയയെ രവികൃഷ്ണൻ തല്ലിച്ചതച്ചതെങ്കിലും അവൾ ബാലചന്ദ്രൻ്റെ പേര് ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിലോ സ്വന്തം കുടുംബത്തിലോ ബാലചന്ദ്രൻ്റെ മാന്യപദവി നഷ്ടമാവില്ല. ന്യൂജൻ പ്രണയത്തിന് ജയയെപ്പോലുള്ളവർ കളങ്കമാണേലും ബാലചന്ദ്രനുമായുള്ള അവളുടെ പ്രണയം ആത്മാർത്ഥമായിരുന്നു എന്നു നമുക്ക് അനുമാനിക്കാം. പൂർവാധികം ശക്തിയോടെ പെയ്തു തുടങ്ങി അണക്കെട്ട് തുറന്നു വിട്ടതുകൊണ്ടാവണം ഒഴുക്കിയിട്ടും ഒഴുകിയിട്ടും പുഴയിലെ ജലനിരപ്പ് വല്ലാതെ അങ്ങ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ മുതൽ ഉള്ളതാണ്. 11 മണിയായിട്ടും ഓഫീസിലെത്തിയെന്ന ബാലചന്ദ്രൻ്റെ ഫോൺ സന്ദേശം കേൾക്കാത്തതുകൊണ്ട് അയാളുടെ ഭാര്യ അയാളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒഴുക്കിലെവിടെയോ തട്ടിത്തടഞ്ഞു നീങ്ങുന്ന അയാളുടെ ഫോണിൽ അവളുടെ കോൾ കണക്റ്റാവില്ലല്ലോ. വെറും ശബ്ദം മാത്രം അവർക്ക് മറുപടിയായി ലഭിച്ചുകൊണ്ടിരുന്ന സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നുമറിയാത്ത പോലെ രവികൃഷ്ണൻ പുതിയ ബിസിനസ് ഡീൽ പറഞ്ഞുറപ്പിച്ച് കൂട്ടുകാരുമൊത്ത് അരമന ബാറിൽ ഈ തണുത്ത അന്തരീക്ഷത്തിലും ശീതീകരിച്ച മുറിയിലിരുന്ന് വില കൂടിയ മദ്യം ചില്ലും ഗ്ലാസ്സിലൊഴിച്ച് ചിയേഴ്സ് പറഞ്ഞ് മോന്തിക്കുടിക്കുകയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ഭാരതപ്പുഴ അങ്ങ് അറബിക്കടലിലെത്താനായി വെപ്രാളപ്പെട്ട് ഒഴുകിയോടുകയാണ്.